ഹലോ മക്കൾസ്, എല്ലാവർക്കും ടീച്ച് ലേൺ ആൻഡ് റിപ്പീറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടില്ലേ? ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും. USS നമുക്ക് ക്രാക്ക് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലൊരു പാരഗ്രാഫ് തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു പോയം തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഗ്രാമർ ഉണ്ടാവും. പിന്നെ കളക്റ്റീവ് നൗൺസ് ഇല്ലേ, ഗ്രൂപ്പ് ടേംസ്. ഡോക്ടേഴ്സിൻ്റെ കൂട്ടത്തിന് പറയുന്ന പേരെന്താണ്, പ്ലെയേഴ്സിൻ്റെ കൂട്ടത്തിന് പറയുന്ന പേരെന്താണ്, അങ്ങനത്തെ കളക്റ്റീവ് നൗൺസ് ചോദിക്കാം. യങ് വണ്ണുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. ഇന്ന് നമ്മുടെ ക്ലാസ് കളക്റ്റീവ് നൗൺ ആണ്. ഫസ്റ്റ് വൺ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ കൂട്ടം, ജനക്കൂട്ടം. അതിന് എന്താണ് നമ്മളെ കളക്റ്റീവ് നൗണ് വരിക നോക്കാം. എ ക്രൗഡ് ഓഫ് പീപ്പിൾ. എന്താണ്? എ ക്രൗഡ് ഓഫ് പീപ്പിൾ എന്ന് പറയും. എ ട്രൈബ് ഓഫ് പീപ്പിൾ എന്ന് പറയും. എൻ അസംബ്ലി ഓഫ് പീപ്പിൾ എന്ന് പറയും. ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ് ഓഫ് മ്യൂസിഷ്യൻ. സംഗീതജ്ഞന്മാരുടെ കൂട്ടത്തിന് എന്താണ് പറയുക? ഗ്രൂപ്പ് ഓഫ് മ്യൂസിഷ്യൻ. അതിന് എ ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻ എന്ന് പറയും. എൻ ഓർക്കസ്ട്ര ഓഫ് മ്യൂസിഷ്യൻ എന്നും പറയും. എന്തൊക്കെയാണ്? എ ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻ ആൻഡ് എൻ ഓർക്കസ്ട്ര ഓഫ് മ്യൂസിഷ്യൻ. നെക്സ്റ്റ്, ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിൻ്റെ കൂട്ടത്തിന് എന്താണ് പറയുക? എ ബോർഡ് ഓഫ് ഡോക്ടേഴ്സ്. എന്താണ്? എ ബോർഡ് ഓഫ് ഡോക്ടേഴ്സ്. അടുത്തത്, ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ്. കളിക്കാരുടെ കൂട്ടത്തിന് എന്താണ് പറയുക? എ ടീം ഓഫ് പ്ലെയേഴ്സ്. എന്താണ്? എ ടീം ഓഫ് പ്ലെയേഴ്സ്. ബോർഡ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എ ടീം ഓഫ് പ്ലെയേഴ്സ്. അടുത്തത്, ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ്. പാട്ടുകാരുടെ കൂട്ടത്തിന് എന്താണ് പറയുക? എ ബാൻഡ് ഓഫ് സിംഗേഴ്സ് ആൻഡ് എ ക്വയർ ഓഫ് സിംഗേഴ്സ്. ഓപ്ഷനിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. ക്വയർ, എ ക്വയർ ഓഫ് സിംഗേഴ്സ് ആൻഡ് എ ബാൻഡ് ഓഫ് സിംഗേഴ്സ്. അടുത്തത്, ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. അഭിനേതാക്കളുടെ ഗ്രൂപ്പിന് എന്താണ് പറയുക? എ ട്രൂപ്പ്. എ ട്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. എന്താണ് പറയുക? എ ട്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. നിങ്ങൾ കേട്ടിട്ടില്ലേ നാടകത്തിൻ്റെ ട്രൂപ്പ് എന്നൊക്കെ? അപ്പോൾ നാടകത്തിൽ ആരാളുള്ള? അഭിനേതാക്കളല്ലേ. അപ്പോൾ എ ട്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. നെക്സ്റ്റ്, ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്. പട്ടാളക്കാരുടെ കൂട്ടത്തിന് എന്താണ് പറയുക? അത് കുറച്ചധികം വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എ റെജിമെൻറ്റ് ഓഫ് സോൾജിയേഴ്സ്, എ കോളം ഓഫ് സോൾജിയേഴ്സ്, എൻ ആർമി ഓഫ് സോൾജിയേഴ്സ്, എ കമ്പനി ഓഫ് സോൾജിയേഴ്സ്, ബ്രിഗേഡ് ഓഫ് സോൾജിയേഴ്സ്, പെട്രോൾ ഓഫ് സോൾജിയേഴ്സ്, ട്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്? എ റെജിമെൻറ്റ് ഓഫ് സോൾജിയേഴ്സ്, column of soldiers, an army of soldiers, company of soldiers, brigade of soldiers, patrol of soldiers, troop of soldiers. അടുത്തത്, ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ കൂട്ടം. എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്. എന്തൊക്കെയാണ്? എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ആൻഡ് എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്. നെക്സ്റ്റ്, ഗ്രൂപ്പ് ഓഫ് എലിഫൻസ്. ആനകളുടെ കൂട്ടം. എ ഹേർഡ് ഓഫ് എലിഫൻസ്. എന്താണ്? എ ഹേർഡ് ഓഫ് എലിഫൻസ്. അടുത്തത്, ഗ്രൂപ്പ് ഓഫ് ഡോഗ്സ്. നമ്മളെ നായകളുടെ കൂട്ടത്തിന് എന്താണ് പറയുക? എ പാക്ക് ഓഫ് ഡോഗ്സ്. എന്താണ്? എ പാക്ക് ഓഫ് ഡോഗ്സ്. ഹേർഡ് ഓഫ് എലിഫൻസ്, പാക്ക് ഓഫ് ഡോഗ്സ്. അടുത്തത്, ഗ്രൂപ്പ് ഓഫ് പപ്പീസ്. ഡോഗ്സിൻ്റെ യങ് വണ്ണാണ് പപ്പീസ്. അപ്പോൾ പപ്പീസിൻ്റെ ഗ്രൂപ്പാണ് എ ലിറ്റർ ഓഫ് പപ്പീസ്.
കാറ്റിൻ്റെ യങ് വണ്ണാണ് കിറ്റൻസ്. ഗ്രൂപ്പ് ഓഫ് കിറ്റൻസ് എന്താണ്? എ ലിറ്റർ ഓഫ് കിറ്റൻസ്. ലയണിൻ്റെ യങ് വണ്ണാണ് കപ്സ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് കപ്സ്, എ ലിറ്റർ ഓഫ് കപ്സ്. എ ലിറ്റർ ഓഫ് പപ്പീസ്, എ ലിറ്റർ ഓഫ് കിറ്റൻസ്, എ ലിറ്റർ ഓഫ് കപ്സ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആൻസ്. ഉറുമ്പുകളുടെ കൂട്ടത്തിന് എന്താണ് പറയുക? എ കോളനി ഓഫ് ആൻസ്, എൻ ആർമി ഓഫ് ആൻസ്. എന്താണ് ഉറുമ്പുകളുടെ കൂട്ടത്തിന് എന്താണ് പറയുക? എ കോളനി ഓഫ് ആൻസ്, എൻ ആർമി ഓഫ് ആൻസ്. നെക്സ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് ബാറ്റ്സ്. വവ്വാലിൻ്റെ കൂട്ടം. വവ്വാലിൻ്റെ കൂട്ടത്തിന് എന്താണ് പറയുക? എ കോളനി ഓഫ് ബാറ്റ്സ്. എന്താ? എ കോളനി ഓഫ് ബാറ്റ്സ്. നെക്സ്റ്റ് ലയണിൻ്റെ കൂട്ടത്തിന്, ഗ്രൂപ്പ് ഓഫ് ലയൺസ്. ലയണിൻ്റെ കൂട്ടത്തിന് എന്താണ് പറയുക? എ പ്രൈഡ് ഓഫ് ലയൺ. എന്താണ്? എ പ്രൈഡ് ഓഫ് ലയൺ. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഫ്ലൈസ്. ഈച്ചകളുടെ കൂട്ടം. എന്താണ് പറയുക? എ സ്വാം ഓഫ് ഫ്ലൈസ്. എന്താണ്? എ സ്വാം ഓഫ് ഫ്ലൈസ്. അടുത്തത് ഗ്രൂപ്പ് ഓഫ് ബീസ്. തേനീച്ചകളുടെ കൂട്ടം. എന്താ പറയുക? എ സ്വാം ഓഫ് ബീസ്. എ സ്വാം ഓഫ് ബീസ്. എ സ്വാം ഓഫ് ഫ്ലൈസ് ആൻഡ് എ സ്വാം ഓഫ് ബീസ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തിന് എന്താണ് പറയുന്നത്? എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അങ്ങനെ രണ്ടും പറയും. എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. മനസ്സിലായോ? എന്തൊക്കെയാ? എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് ഓഫ് കീസ്. താക്കോലുകളുടെ കൂട്ടത്തിന് എന്താണ് പറയുക? എ ഗ്രൂപ്പ് ഓഫ് കീസ്. എന്താ? എ ബഞ്ച് ഓഫ് കീസ് ഓർ എ റിംഗ് ഓഫ് കീസ്. എന്തൊക്കെയാ പറയാം? എ ബഞ്ച് ഓഫ് കീസ് ആൻഡ് എ റിംഗ് ഓഫ് കീസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഓപ്ഷനിൽ ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് ഓഫ് ഷീപ്സ്. ചെമ്മരിയാടിൻ കൂട്ടം. ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിന് എന്താണ് പറയുക? എ ഗ്രൂപ്പ് ഓഫ് ഷീപ്പ്. അതിന് കളക്റ്റീവ് നൗൺ എന്താണ്? എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. എന്താണ്? എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. അല്ലെങ്കിൽ എ ഡ്രോവ് ഓഫ് ഷീപ്പ്. രണ്ടും വരും. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ആൻഡ് എ ഡ്രോവ് ഓഫ് ഷീപ്പ്. ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ് ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.